നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടനവധി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ കേരളത്തിൽ നിന്നായിക്കോട്ടെ ഒട്ടനവധി പേരാണ് പ്രവാസ ജീവിതം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രവാസ ജീവിതം സ്വീകരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നമനമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്നാണ് പ്രവാസ ജീവിതത്തിലേക്ക് ഓരോ മലയാളിയെയും ഓരോ ഇന്ത്യക്കാരെയും നയിക്കുന്നത്. ഇത്തരത്തിൽ യുഎയിലായിക്കോട്ടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരുടെ കുത്തൊഴുക്ക് തന്നെയാണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് യുഎഇ. അവിടെ ജീവിക്കാനും ഇത്തിരി സുഖമാണ്. പക്ഷേ യുഎയിൽ പ്രവാസികൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റുമോ? വാടക നൽകുന്നതിന് മുൻപും ഇക്കാര്യങ്ങളൊക്കെ അറിയണം. എന്തൊക്കെയാണെന്നല്ലേ? കാലങ്ങളായി യുഎയിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരാണോ നിങ്ങൾ? കുടുംബത്തോടൊപ്പം യുഎയിൽ സ്ഥിരതാമസമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. 2005 നമ്പർ 19 നിയമപ്രകാരം യുഎയിലുള്ള വിദേശികൾക്ക് അപ്പാർട്ട്മെന്റുകൾ, ഫ്ളാറ്റുകൾ എന്നീ പ്രോപ്പർട്ടികൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പ്രവാസികൾക്ക് യുഎയിൽ സ്വന്തമായി ഭൂമി വാങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. വിദേശികൾക്ക് 4 സംവിധാനങ്ങളിലൂടെ പ്രോപ്പർട്ടി സ്വന്തമാക്കാനാകും. വ്യാപാരം നടത്താനും ഒക്കെ സാധിക്കും. 1. ഉടമസ്ഥാവകാശം, 2. മുസാത്താഹ, 3. ഉസൂഫ്രക്ട്, 4. ദീർഘകാല പാട്ടം എന്നീ സംവിധാനങ്ങൾ പ്രോപ്പർട്ടി സ്വന്തമാക്കാനും വ്യാപാരം നടത്താനും പ്രവാസികളെ സഹായിക്കുന്ന സംവിധാനങ്ങളാണ്. എന്താണ് ഉടമസ്ഥാവകാശം എന്ന് നോക്കാം. പ്രവാസികൾക്ക് ഭൂമിയൊഴികെ തങ്ങളുടെ വില്ലകളും അപ്പാർട്ട്മെന്റുകളും 99 വർഷത്തേക്ക് പൂർണ്ണമായും ഉപയോഗിക്കാനും വിൽക്കാനും സാധിക്കും. 2. മുസാത്താഹ എന്താണെന്ന് നോക്കണ്ടേ? പ്രവാസികൾക്ക് 50 വർഷത്തേക്ക് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ സ്വന്തമാക്കാം. ഇരു പാർട്ടികളുടെയും സമ്മതത്തോടെ ഈ കാലാവധി പുതുക്കുകയും ചെയ്യാം. കരാർ പ്രകാരം നിശ്ചിത കാലാവധിയിൽ ഉടമയ്ക്ക് പ്രോപ്പർട്ടി ഉപയോഗിക്കുകയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. ഉസൂഫ്രക്ട് എന്നാൽ 99 വർഷത്തേക്ക് പ്രവാസികൾക്ക് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യാം. എന്നാൽ ഈ കരാർ പ്രകാരം ഉടമയ്ക്ക് പ്രോപ്പർട്ടിയിൽ മാറ്റങ്ങൾ വരുത്താനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കുകയില്ല. 4. ദീർഘകാല പാട്ടം എന്താണെന്ന് കൂടി പരിശോധിക്കാം. 25 വർഷത്തേക്കോ അതിലധികമോ ഉടമയ്ക്ക് പ്രോപ്പർട്ടി വാടകയ്ക്ക് നൽകാനുള്ള സംവിധാനം. അബുദാബി സർക്കാർ സേവന കേന്ദ്രങ്ങൾ പ്രകാരം എമിറേറ്റിലെ 9 പ്രദേശങ്ങളിൽ പ്രവാസികൾക്ക് പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാനാവും. ഏതൊക്കെയാണ് ഈ പ്രദേശങ്ങൾ എന്ന് പരിശോധിക്കാം. 1. യാസ് ദ്വീപ്, 2. സാദിയാത്ത്, 3. റീം, 4. മറിയ, 5. ലുലു ദ്വീപ്, 6. അൽദാഹ ബീച്ച്, 7. സായ് അൽ സെദൈറ, 8. അൽ റീഫ്, 9. മസ്താർ സിറ്റി. ഈ സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടികൾ വാങ്ങാനായിട്ട് പ്രവാസികൾ ആദ്യം ചെയ്യേണ്ടത് TAMM-ൽ രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. TAMM വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം സർവീസ് എന്ന ഓപ്ഷനാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം ഹൗസിംഗ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നതിലെ യൂണിറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അടുത്തതായി രജിസ്റ്റർ ഫോർ ഫസ്റ്റ് സെയിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. പർച്ചേസ് കരാർ ഉണ്ടാക്കുന്നതിന് മുൻപായി അബുദാബി എക്കണോമിക് ഡെവലപ്മെന്റ് വകുപ്പിൽ പ്രോജക്ട് ഡെവലപ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. പർച്ചേസ് എഗ്രിമെന്റിൽ ഡെലിവറി തീയതിയും പ്രോജക്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരവും നൽകിയിരിക്കണം. വീണ്ടും വിൽക്കുന്നതിനായാണ് പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ വിൽപ്പന എമിഗ്രേറ്റ് ഇല്ലാതെ തന്നെ പണം നൽകരുത്. ഇത്തരത്തിൽ നമുക്ക് യുഎഇയിൽ വീട് സ്വന്തമാക്കാനാകും.